ഇന്നത്തെ അറിയിപ്പുകൾ. യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ റെയിൽവേ. UTS ഓൺ മൊബൈൽ ആപ്പിൽ ഇനി സീസൺ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല. സീസൺ ടിക്കറ്റ് എടുക്കാനും പുതുക്കാനും റെയിൽവേയുടെ പുതിയ ഏകീകൃത ആപ്പായ റെയിൽ വൺ ഉപയോഗിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശം നൽകി. റെയിൽവേയുടെ ഡിജിറ്റൽ സേവനങ്ങൾ ഏകീകരിച്ച റെയിൽ വൺ ആപ്പിലേക്ക് സീസൺ ടിക്കറ്റ് സേവനം മാറ്റിയിരിക്കുകയാണ്. UTS ആപ്പിൽ ഇനി സാധാരണ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും മാത്രമേ ലഭിക്കൂ. നിലവിൽ UTS വഴി സീസൺ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഷോർട്ട് ടിക്കറ്റ് വിഭാഗത്തിൽ തുടർന്നും കാണാനാകും. റെയിൽവേയുടെ പുതിയ ആപ്പായ റെയിൽ വൺ ആപ്പിലൂടെ സീസൺ ടിക്കറ്റ് എടുക്കാനും പുതുക്കാനുമാണ് റെയിൽവേ നിർദ്ദേശം. സാധാരണ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും UTS ആപ്പിൽ ലഭിക്കും. അതേസമയം 2026 ജനുവരി 14 മുതൽ ജൂലൈ 14 വരെ റെയിൽ വൺ ആപ്പ് വഴി റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ 3% ഇളവ് ലഭിക്കും. ഡിജിറ്റൽ മോഡുകളിലൂടെയായിരിക്കണം പണമടയ്ക്കേണ്ടത്. നിലവിൽ റെയിൽ വൺ ആപ്പിൽ വാലറ്റ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 3% ക്യാഷ് ബാക്കും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റങ്ങൾക്കും കേട്ടറ്റ് നിർബന്ധമാക്കി സർക്കാർ ഉത്തരവിറക്കി. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയതോടെ നിലവിലുണ്ടായിരുന്ന പല ഇളവുകളും ഇല്ലാതായി. സെറ്റ്, നെറ്റ്, MPhil, PhD, M.Ed എന്നീ യോഗ്യതകളുള്ളവരെ കേറ്ററ്റ് നേടുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതുൾപ്പെടെയാണ് പുതിയ ഉത്തരവായതോടെ റദ്ദാകുന്നത്. ഇതോടെ ഈ യോഗ്യതയുള്ളവരും ഇനി അധ്യാപക തസ്തികകളിലേക്കും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് യോഗ്യത വേണ്ടിവരും. ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രധാനാധ്യാപകനാകാനോ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിക്കാനോ ഇനി കേട്ടറ്റ് കാറ്റഗറി 3 നിർബന്ധമാണ്. LP, UP അധ്യാപക നിയമങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ പരിഗണിക്കും. എന്നാൽ ഹൈസ്കൂൾ നിയമനങ്ങൾക്ക് കാറ്റഗറി 3 തന്നെ വേണം. കേന്ദ്ര അധ്യാപക യോഗ്യതാ പരീക്ഷ CTET വിജയിച്ചവർക്കുള്ള ഇളവ് തുടരും. CTET പ്രൈമറി സ്റ്റേജ് വിജയിച്ചവരെ LP നിയമത്തിനും എലമെന്ററി സ്റ്റേജ് വിജയിച്ചവരെ UP നിയമനത്തിനും പരിഗണിക്കും. HST, UPST, LPST തസ്തികകളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമങ്ങൾക്ക് അതായത് കാറ്റഗറിയിലെ കേട്ടറ്റ് വിജയിച്ചവർക്ക് മാത്രമായിരിക്കും പരിഗണന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കുമായി ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സ്കൂൾ, ജില്ലാ, സംസ്ഥാന തലങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ വിജയികൾക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. സ്കൂൾ തല മത്സരങ്ങളിൽ 1ാം സമ്മാനമായി 5 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 3ാം സമ്മാനമായി 2 ലക്ഷം രൂപയും ലഭിക്കും. കോളേജ് തല മത്സരങ്ങളിൽ 1ാം സമ്മാനമായി 3 ലക്ഷം രൂപയും 2ാം സമ്മാനമായി 2 ലക്ഷം രൂപയും 3ാം സമ്മാനമായി 1 ലക്ഷം രൂപയും ലഭിക്കും. സ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ, വിദ്യാഭ്യാസ ജില്ലാ, സംസ്ഥാന തലങ്ങളിലായി മത്സരങ്ങൾ സംഘടിപ്പിക്കും. സ്കൂൾ തലത്തിൽ വ്യക്തിഗതമായി നടത്തുന്ന മത്സരത്തിന് ശേഷം വിദ്യാഭ്യാസ ജില്ല മുതൽ ടീം അടിസ്ഥാനത്തിലായിരിക്കും മത്സരം. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിലൂടെ അന്തിമ വിജയിയെ കണ്ടെത്തും. കോളേജ് വിഭാഗത്തിൽ കോളേജ്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലായിരിക്കും മത്സരങ്ങൾ. കോളേജ് തലത്തിൽ വ്യക്തിഗതമായും തുടർന്ന് ടീമായും മത്സരിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നൽകും. ജില്ലാതല മത്സര വിജയികൾക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റും ലഭിക്കും. ശരിയുത്തരങ്ങൾ നൽകുന്ന കാണികൾക്കും സമ്മാനം ലഭിക്കുന്ന ജനകീയ മത്സരമായാണ് ജില്ലാതലം മുതൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.